നിതിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടായ, അതായത് LDF-നുണ്ടായി, LDF എന്ന് പറയുന്നതിനേക്കാൾ CPM എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഭരണവിരുദ്ധ വികാരമാണ് ഈ തിരിച്ചടി എന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുമ്പോഴും CPM അത് നേരത്തെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു തിരിച്ചറിവ് CPM-ന് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ എടുത്തെടുത്ത് അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തെ CPM-ന്റെ അതിദയനീയ തോൽവിയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായ വിമർശനം ഉയർന്നു എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഒന്ന്, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പക്വതയില്ലായ്മ, ധാർഷ്ട്യം, ധിക്കാരം ഇതെല്ലാം പാർട്ടിയുടെ പരാജയത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പാർട്ടി നേതാക്കന്മാർ, ഒരു വിഭാഗം പാർട്ടി നേതാക്കന്മാർ തന്നെ പറഞ്ഞു വെക്കുന്നു. തിരുവനന്തപുരം മുൻ മേയറും വട്ടിയൂർക്കാവ് MLA-യുമായ VK പ്രശാന്ത് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ആര്യ രാജേന്ദ്രനെ യോഗത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതുമാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ സഞ്ചരിച്ച വിഷയമടക്കം CPM-ന്റെ പരാജയത്തിന്റെ ആക്കം കൂട്ടി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്തായാലും ആര്യ രാജേന്ദ്രനെതിരെ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും വലിയ തരത്തിലുള്ള എതിർപ്പും പാർട്ടിക്കകത്തും പുറത്തും ഉണ്ടായപ്പോഴും ആര്യ രാജേന്ദ്രനെ ചേർത്ത് പിടിക്കാനാണ് സൈബർ സഖാക്കൾ അടക്കമുള്ള ആളുകൾ തയ്യാറായത്. ആര്യ രാജേന്ദ്രൻ കേവലം 21ാമത്തെ വയസ്സിൽ മേയറായി എന്ന് പറഞ്ഞ് ആര്യ രാജേന്ദ്രന് വലിയ ഹൈപ്പ് കൊടുത്ത ആളുകൾക്ക് ഇപ്പോഴെന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ നേരത്തെ തന്നെ ആര്യ രാജേന്ദ്രന്റെ പല പ്രവൃത്തികളും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിക്കപ്പെടുമ്പോൾ ഈ CPM-കാര് തന്നെ ഈ വിമർശിക്കുന്നവരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് അവർ നേരത്തെ തിരിച്ചറിഞ്ഞ് ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം അവർക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു പരിധിവരെ അവർക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ആര്യ രാജേന്ദ്രനും ഭർത്താവ് ബാലുശ്ശേരി MLA സച്ചിൻ ദേവും ഉണ്ടാക്കിയ ഒരു വിഷയം പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു, പാർട്ടിക്ക് വലിയ നാണക്കേടായിരുന്നു. എങ്കിലും പാർട്ടി അവരെ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ഒരു തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങാൻ ലണ്ടനിൽ പോയൊരു വാർത്ത കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇതൊരു PR അവാർഡാണ്, ഇത് പൊളിച്ചു കൊടുത്തപ്പോഴും അന്നും ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കൊഞ്ഞനം കുത്തുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ മേയർ ഊട്ടി അട്ടർ ഫ്ലോപ്പായിരുന്നു എന്നിപ്പോൾ പാർട്ടി സഖാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ BJPക്ക് ഭരണം തളികയിൽ കൊണ്ട് നൽകിയെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പൊ ഈ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ തോൽവി വേണമായിരുന്നു ഈ ഒരു കാര്യം പാർട്ടിയിൽ അറിയിക്കാൻ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം ഇത് നേരത്തെ സൂചിപ്പിക്കാമായിരുന്നില്ലേ? അതിദയനീയമായ പാർട്ടിയുടെ തോൽവിയിൽ നിന്നാണ് പാഠം പഠിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആര്യ രാജേന്ദ്രനെ പോലെ ഒരാളെ പാർട്ടിയിൽ വേണ്ടത്ര സംഘടനാ പരിചയമില്ലാത്ത ഒരു SFI-കാരി മാത്രമായിരുന്ന അത്തരത്തിൽ നിരവധിയായ SFI-കാരികൾ കേരളത്തിൽ മുഴുവനുണ്ട്. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയെന്നാൽ അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ കളികൾ ഉണ്ട് എന്നത് വേറൊരു യാഥാർത്ഥ്യമായിരുന്നു. തിരുവനന്തപുരത്ത് CPM-നകത്ത് വനിതാ സംവരണമായപ്പോൾ പോലും സീനിയറായ മറ്റൊരു കൗൺസിലർ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്ലാം മതക്കാരിയായി അവരെ മാറ്റിക്കൊണ്ടാണ് ഹിന്ദു മതത്തിൽപ്പെട്ട ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറാക്കിയതെന്ന് പാർട്ടിക്കകത്ത് അന്ന് വിമർശനം ഉണ്ടായിരുന്നു. ഇതൊരു പരസ്യമായ രഹസ്യമാണ്. ആ ആര്യ രാജേന്ദ്രനെ ചില ആളുകൾ സോഷ്യൽ മീഡിയ നൽകിയ ഹൈപ്പിന്റെ പുറത്ത് ചില ആളുകൾ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടു നടന്നതല്ലാതെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനോ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ ആര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും ഒന്നടങ്കം പറഞ്ഞതിന്റെ ഫലമാണ് ഇപ്പോൾ BJPക്കുണ്ടായ വിജയം. അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ ഭരിക്കുമ്പോഴാണ് അവിടെ അവിടുത്തെ ഒഴുകുന്ന ഒരു പുഴയിൽ വീണ ഒരു തൊഴിലാളി മരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ ഭരിക്കുമ്പോഴാണ് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടുകൾ കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്നത്. ആര്യ രാജേന്ദ്രൻ ഭരിക്കുമ്പോഴാണ് തിരുവനന്തപുരം നഗരം പൊട്ടിപ്പൊളിഞ്ഞ്, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ല, കാൽനട സഞ്ചാരം പോലും യോഗ്യമല്ലാത്ത തരത്തിൽ അവിടുത്തെ തിരുവനന്തപുരം നഗരത്തെ ഉൾപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളുമായി മാറിയത്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു കുളം ഉദ്ഘാടനം, നവീകരിച്ച ഒരു കുളം ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് വലിയ വിവാദമായിരുന്നു. കാരണം ഒന്ന് പായൽ പോലും നീക്കാത്ത കുളത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ആര്യ രാജേന്ദ്രന്റെ വലിയ പടവും വെച്ച് നോട്ടീസ് അച്ചടിച്ച് ഈ മേയറുടെ വലിയ നേട്ടമായിട്ട് അവിടെ നോട്ടീസുകൾ വിതരണം ചെയ്തു. പക്ഷെ യാഥാർത്ഥ്യം എന്തായിരുന്നു? അവിടുത്തെ പായൽ പോലും നീക്കം ചെയ്തില്ല. ഇതെല്ലാം ജനങ്ങൾ അറിഞ്ഞത് തിരിച്ചടിയായിട്ടുണ്ടാവില്ലേ? തീർച്ചയായും തന്റെ മുഖം, തന്റെ ഫുൾ ഫിഗർ എന്ന ലൈനിലായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പ്രവർത്തിച്ചത്. ഇതിൽ ചില CPM നേതാക്കന്മാരുടെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പാർട്ടി പരാജയപ്പെട്ടതോടുകൂടി CPM നേതാക്കന്മാർക്ക് നേരം വെളുത്തിരിക്കുകയാണ്. ഒന്ന്, ആര്യ രാജേന്ദ്രന്റെ
തൻപോരിമ, ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം ഇത് പാർട്ടിക്ക് തിരുവനന്തപുരത്ത് തിരിച്ചടിയായി. BJPയെ ഭരിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് മേയർ കുട്ടിയും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം CPM നേതാക്കന്മാരുമാണെന്ന് മുതിർന്ന നേതാക്കൾക്ക് യോഗത്തിൽ തുറന്നടിക്കേണ്ടി വന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. 2 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അവസാന നിമിഷം വരെ പാർട്ടി നേതാക്കന്മാരെ പ്രതിരോധിക്കാനാണ് CPM തയ്യാറായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാർ മുൻ MLAക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ ഇപ്പോഴും ഒരു നടപടി സ്വീകരിക്കാൻ CPM തയ്യാറായില്ല എന്ന് മാത്രമല്ല, കള്ളന്മാരെ ചേർത്ത് പിടിക്കുന്ന, കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ആ നിലപാടിലുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാർ, എന്തിനേറെ പറയുന്നു കേരളത്തിലെ CPM അനുഭാവികളായ CPM കേഡർമാരായ വോട്ടുകൾ പോലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ നെൽക്കതിരിലും വോട്ട് നൽകാതെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലും BJPയുടെ താമര ചിഹ്നത്തിലും വോട്ട് നൽകുന്നത് കേരളം കണ്ടു. 3 വെള്ളാപ്പള്ളി നടേശനെ തോളത്തിരുത്തി മുഖ്യമന്ത്രി കൊണ്ടുവന്നത് നാഴികയ്ക്ക് 40 വട്ടം അശ്ലീലം പറയുന്ന, അശ്ലീലം എന്നല്ല, വർഗീയത, പച്ചയായ വർഗീയത പറയുന്ന, അതായത് മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിക്കുന്ന, ഒരു സമൂഹത്തെ മുഴുവൻ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന, കോൺഗ്രസ് നേതാക്കന്മാരെ പോലും വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന, കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരെ തെറി പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തിരക്കിലായിരുന്നു CPMന്റെ സൈബർ ഹാൻഡിലുകളും CPM നേതാക്കന്മാരും. വെള്ളാപ്പള്ളിക്ക് വേണ്ടി പരവതാനി വിരിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ പാർട്ടി നേതാക്കന്മാർക്ക് ഇരിപ്പിടമില്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ വലതുവശത്തിരുന്ന് വന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഇത്രത്തോളം കൊണ്ടുവന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി. ആ വോട്ടുകൾ പലയിടത്തും ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി കൈപ്പത്തിക്ക് പോയത് വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ചതിന്റെ പരിണിത ഫലമാണെന്ന് പാർട്ടി നേതൃത്വം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് പാർട്ടി കമ്മിറ്റികൾ അവർ പറയും. പക്ഷേ ഇവിടെയെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. 14 ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചർച്ചകളിൽ രൂക്ഷമായ ഭാഷയിലാണ് പാർട്ടി നേതൃത്വത്തിന്റെ പോക്കിൽ വിമർശനം വരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള തന്റെ ഇടവും ത്രാണിയും ആ പാർട്ടിയിൽ ആരെങ്കിലും കാണിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും പാർട്ടിക്കകത്ത് വലിയ അപസ്വരങ്ങളുണ്ട്. നേരത്തെ പിണറായി വിജയന്റെ വാക്കിന് എതിർവാക്കില്ലാത്ത പാർട്ടിയല്ല ഇപ്പോൾ CPM. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ ഗണ്ണിക്കാൻ, അത് തെറ്റാണെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഇത്രത്തോളം വലിയൊരു പരാജയത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചതെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം തിരുവനന്തപുരത്ത് കണ്ടു. തിരുവനന്തപുരത്ത് മാത്രമല്ല, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. അവിടെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട പത്മകുമാറിനെ സംരക്ഷിക്കുന്ന എന്തിനെന്ന ചോദ്യം ഒരു വിഭാഗം നേതാക്കന്മാർ ഉന്നയിക്കുന്നു. അതോടൊപ്പം പത്തനംതിട്ടയിലെ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലടക്കം അതിദയനീയമായ പരാജയമാണ് CPMന് ഉണ്ടായിരിക്കുന്നത്. വീണ ജോർജിനെ പോലെയുള്ള ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷം പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആ വീണ ജോർജിന്റെ മണ്ഡലത്തിൽ CPM നിലം തൊടാതെ തോറ്റിരിക്കുന്നു. പത്മകുമാറിന്റെ വസതി കുടികൊള്ളുന്ന പഞ്ചായത്തടക്കം CPM നിലം തൊടാതെ ചിത്രത്തില്ലാതെ തോൽക്കുന്ന സാഹചര്യം. അവിടെ മുഴുവൻ പത്തനംതിട്ട ജില്ല CPM മറക്കുന്ന രൂപത്തിലുള്ള പരാജയമാണ് CPMന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മാത്രമല്ല, CPMന് സ്വാധീനമുള്ള കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും അടക്കം വലിയ പരാജയം നേരിടേണ്ടി വന്നു. മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ച ജില്ലയായ മലപ്പുറത്ത് പൊന്നാനി നഗരസഭ ഒഴികെയുള്ള ബാക്കി മുഴുവൻ നഗരസഭകളും CPM പരാജയപ്പെട്ടു. CPM 30 വർഷം അടക്കി ഭരിച്ച പെരിന്തൽമണ്ണയും ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന CPMന്റെ എക്കാലത്തെയും വലിയ നേതാവ് EMSന്റെ പഞ്ചായത്തടക്കം ഇത്തവണ തോറ്റു തുന്നം പാടിയത് നമ്മൾ കണ്ടു. എന്തായാലും വെള്ളാപ്പള്ളിയെ ഇനിയും CPM കൊണ്ടു നടന്നാൽ CPMന് പല സ്ഥാനാർത്ഥികൾക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണം ലഭ്യമാകാത്ത അവസ്ഥയായിരിക്കും. എന്തായാലും പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ഇനിയെങ്കിലും CPM നേതൃത്വം തയ്യാറാകണം. ഇത്തരക്കാരെ വെച്ച് ഇനി മുന്നോട്ട് പോകാൻ CPMന് കഴിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്.